ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാലോ. ഇതിപ്പോൾ 5 ബീട്രൂട്ടാണ് കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഞാനതിൽ നിന്ന് 5 എടുത്തുള്ളൂ. അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ടൊരു പീലറിൽ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ചെറുതാക്കി അരിയുക, അല്ലെങ്കിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അതിലേക്ക് തേങ്ങ, പച്ചമുളക്, സവാള, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാധാരണ ഇങ്ങനെയല്ലല്ലോ ബീട്രൂട്ട് വെക്കുന്നത്, കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള മുരിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറയുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പുറത്ത് ചെമ്മീൻ കറിയാണ് കേട്ടോ, ചെമ്മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനും ബീട്രൂട്ടുമാണ് ഇന്നത്തെ ലഞ്ചിനുള്ള കറി. അപ്പോൾ പാനിലേക്ക് 1 സ്പൂൺ കടുകിട്ടു. അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട്, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് കുറേശ്ശെയായിട്ട് കുറച്ച് നേരം അത് മൂടി വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിലെന്തെങ്കിലും വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ അത് പോയി കിട്ടും. മൂടി കഴിയുമ്പോഴേക്കും വെള്ളം വരും. അപ്പോൾ വെജിറ്റബിളിൽ പൊതുവേ എനിക്കിങ്ങനെ വെള്ളമുള്ളത് എനിക്കിഷ്ടമല്ല, എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. മൂടി വെച്ചാൽ വെള്ളം വരുന്നതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഞാൻ മൂടി വെക്കാറുള്ളൂ. ഇപ്പോഴും നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞിട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ബീട്രൂട്ടും റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യും.